ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളിന്ന് പളനിക്ക് പോവാണ്. പാറുവിൻ്റെ തല മുട്ടയടിക്കാൻ പോവാണ്. നമ്മൾ രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നാർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരിമംഗലം എത്തി. അപ്പോൾ നല്ലോണം വിശന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാറെത്തി. പണ്ടൊക്കെ ഇവിടെ വന്നിരുന്ന ഒത്തിരി പേര് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഗേറ്റൊക്കെ ഇട്ട് അടച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് തിരക്കൊന്നുമില്ല. നമ്മളിത് മറയൂർ വഴി പോയിക്കൊണ്ടിരിക്കുക. ജാക്രാണ്ട മരങ്ങളാണ് ഇതെല്ലാം. നല്ല ഭംഗിയാണ്. ഈ വയലറ്റ് ഒരു പർപ്പിൾ കളറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന റോഡ് സൈഡിൽ കൂടെ മുഴുവൻ കാണാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നിർത്തി ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കഞ്ഞിയും പയറും മുളകും തൈരും ചോറും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. നല്ല വെയിലാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ റോഡ് പണിയായിട്ട് വഴി ബ്ലോക്ക് ചെയ്തു. കുറേ നേരം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ടയർ പഞ്ചറായിട്ടിരിക്കുന്നു. പിന്നെ അത് അഴിച്ചു മാറ്റി വേറെ സ്റ്റെപ്പിനിയൊക്കെ ഇട്ടു. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു, 2 മണിക്കൂറൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്നാർവനമാണ്. പണ്ടൊക്കെ ഇതിലേ വരുമ്പോൾ ആനയും മാനും മയിലും ഒക്കെ കണ്ടായിരുന്നു. ഇത്തവണ മയിലിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയൊന്നും നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമുക്ക് മയിലിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ അത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തമിഴ്നാട് റോഡിലൂടെ പോകുന്നത്. ഇവിടെ നിറയെ മരങ്ങളാണ്. 2 സൈഡിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അപ്പോൾ എന്നാലും നല്ല ചൂടാണ്. പിന്നെ നമ്മുടെ ടയർ പഞ്ചറായിരുന്നില്ലേ, അത് നമ്മൾ പഞ്ചറൊട്ടിക്കാൻ കൊണ്ടുവന്നു. അവിടെ നല്ല വ്യൂ ഒക്കെയാണ് വെച്ചാൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അമ്മമ്മയും മോളും കൂടെ റോട്ടിൽ കൂടെ പോകുന്ന വണ്ടി നോക്കി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പഞ്ചറൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നല്ല വിശപ്പ്. എന്നാൽ പിന്നെ ചായ കുടിക്കണ്ടേ. ചായയും ചെറിയ ബോണ്ടയും സമൂസയൊക്കെ കഴിച്ചു. റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ ആട്ടുംകൂട്ടങ്ങളെ കാണാവേ. ഒരുപാട് സ്ഥലത്തുണ്ട്. അതിനെ മേയിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി കാണുമ്പോഴത്തേനും അത് സൈഡിലേക്കൊക്കെ മാറി തരും കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കേരളത്തിലേക്കാളധികം തെങ്ങ് ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ കൃഷികളാണ് അവർ ചെയ്യുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടുന്നായിരിക്കും നമുക്കും തേങ്ങയൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പളനിയിലെത്തി. അങ്ങ് ദൂരെ കാണുന്നതാണ് പളനിമല. നമ്മൾ വൈകിട്ട് തല മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഉള്ളവർ പറഞ്ഞു വൈകിട്ട് മുട്ടയടിച്ചിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം പോകാൻ പാടില്ലാന്ന്. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി. നാളെ സമയം കിട്ടിയില്ലെങ്കിലോ. കടയിൽ കയറി ഓരോ കളിപ്പാട്ടങ്ങളും മാറി മാറി നോക്കുന്നുണ്ട്. വാങ്ങിത്താന്ന് പറയാൻ പറ്റാത്തത് ഭാഗ്യം. കുറച്ചും കൂടി കഴിയുമ്പോൾ കാണാം. നമ്മളവിടുന്ന് കുറച്ച് മാലയും കമ്മലും പിന്നെ അമ്മമാർക്ക് പാത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാം. കടയിൽ ചെന്ന് വാഴയിലയിലാണ് അവർ ഭക്ഷണം തരുന്നത്. ഇഡ്ഡലിയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ചു. പിന്നെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് മുട്ടയടിച്ചിട്ട് വേണം നമുക്ക് മല കയറാൻ വേണ്ടിയിട്ട്. ഈ കാവടിയുള്ളിൽ പോകുന്നതുണ്ടോ, പാവത്തിനറിയില്ല എന്തിനാന്ന്. നമ്മൾ രാവിലെ തന്നെ റെഡിയായി. അച്ഛനും മോളും മുട്ടയടിക്കുന്നുണ്ട്. പോയിരുന്നപ്പോഴേ പാറുവിന് എന്തോ വശപ്പശക് തോന്നിയിട്ടുണ്ട്. അവർ പിടിച്ച് മുട്ടയടിക്കാൻ തുടങ്ങിയതും ആൾ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ഒരു വിധത്തിലാണ് നമ്മൾ മുട്ടയടിച്ചത്. പാറു മാത്രമല്ല, കണ്ടുനിന്നവരെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. അടുത്തത് ചന്ദനം തേക്കുക. അച്ഛൻ്റെ തലയിൽ തേച്ചപ്പോഴേ മോൾക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. മോളുടെ തലയിൽ തൊട്ടതും കരച്ചിലോ കരച്ചിൽ. പിന്നെ നമ്മൾ അവിടുന്ന് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ച് മല കയറി. അപ്പോഴേക്കും കരച്ചിലൊക്കെ മാറി. പാറു സുന്ദരി കുട്ടിയായിട്ടോ. ഓരോ സ്റ്റെപ്പും ചവിട്ടി ചവിട്ടി കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി തൊഴുതിറങ്ങിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ റൂമിൽ വന്നു, ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോരുവാണ്. പോരുന്ന വഴി അമരാവതി ഡാം കണ്ടു. അങ്ങ് ദൂരെ നിന്ന് തൂവാനം വെള്ളച്ചാട്ടം കണ്ടു. ഉച്ചയായപ്പോഴത്തേനും നല്ല വിശപ്പ്. പിന്നെ നമ്മൾ മറയൂർ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ജാക്രാണ്ട മരത്തിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. നല്ല രസമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ പാറക്കുട്ടിക്ക് വിശന്നതുകൊണ്ട് നമ്മളൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. കോഴീനെയും കുളവും മീനൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഇച്ചിരി സന്തോഷമായി. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഉണ്ടായിരുന്നു. കിങ്ങണി ചേച്ചിയും പൊന്നു ചേച്ചിയും മണിച്ചാട്ടായി. സ്വന്തം വീട്ടിൽ വന്നാൽ പിന്നെ നമ്മളെന്തെങ്കിലും കൊണ്ടുപോകാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ അവിടെ കണ്ട പച്ചക്കറിയും പഴങ്ങളും എല്ലാം പറിച്ച്. ഇത് കാന്താരിയാണ്. മൾബറി കട്ടുകൊണ്ട് പോകാൻ 2 കുഞ്ഞു കൈകൾ വരുന്നുണ്ടോ. മണിച്ചാട്ടയും കിങ്ങണി ചേച്ചിയാണ്. പിന്നെ നമ്മൾ കപ്പളങ്ങ പറിച്ചു, പയർ, പാവയ്ക്ക, അങ്ങനെ കുറേ ചെടികൾ എല്ലാം പറിച്ച് നമ്മളെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സ്ട്രോബെറിയാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്. അതും പറിച്ച് തിന്ന്. പിന്നെ നമ്മുടെ കുളത്തിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. വലുതായോന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കാണത്തുമില്ലായിരിക്കും. പിന്നെ നമ്മളവിടെ നേരത്തെ ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മളൊരു ചായയും ബജ്ജിയൊക്കെ കഴിച്ചു.
പെരുമഴ കാരണം വീട്ടിൽ കറണ്ടൊന്നും ഇല്ലെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിച്ചു. പിന്നെ അച്ചാച്ചനുള്ളത് പാഴ്സൽ മേടിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ പോലെ കറണ്ടൊന്നുമില്ല. ക്ഷീണം കാരണം പിന്നെ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.